അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ചോദ്യം. വെള്ളം ഇല്ല 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 അല്ല, ഞാൻ ചോദിച്ചത് വെള്ളം കുടിക്കുമെന്ന് ചോദിച്ചു. പച്ചവെള്ളം കുടിക്കും. അതാ ചോദിച്ചത്. അതെന്താ അങ്ങനെ തെറ്റിദ്ധരിച്ചേ? അല്ല, ആ ചോദ്യം വെള്ളം കുടിക്കും അടിക്കുമോ അങ്ങനെ ആദ്യമായിട്ട് ഒരാൾ വെള്ളം അടിക്കുക ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് വെള്ളം കുടിക്കുമ്പം മരിക്കുന്ന ആരാണ്? വെള്ളം കുസൃതി ചോദ്യമാണോ? വെള്ളം കുടിക്കുമ്പം തീ. ഓ, തീ പെട്ടെന്ന് അണഞ്ഞു പോകില്ല. അതെ, കാരണം ഞാൻ ഏതോ ജീവികളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കേറി വാടാ മക്കളിൽ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഏത് സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് സൂപ്പർ സ്റ്റാർ അശോക് രാജ് മേലുകാവിൽ എത്തുന്നത്? എ. ചിറകൊടിഞ്ഞ കിനാക്കൾ, ബി. പക്ഷികൾ പറക്കട്ടെ, സി. പാടാത്ത പൈങ്കിളി. അറിയോ? പറഞ്ഞു. പക്ഷികൾ പറക്കട്ടെ. ഞാൻ എടുത്തിട്ട് പൂട്ടി. രജി ഇപ്പം മലയാളത്തിൽ കുറച്ച് പേരുടെയൊക്കെ പറഞ്ഞു. മറാത്തിയിൽ ഉണ്ട്, അതുപോലെ തമിഴുണ്ട്, ഹിന്ദിയുണ്ട്. ഒരു അന്യഭാഷ എന്ന് വെച്ചാൽ ഞാൻ സാറേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില 2-3 മൊഴിമാറ്റ സിനിമകളിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മലയാളത്തിലേക്ക് വന്നു. പ്രകാശ് രാജ്. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം പറയാം. എന്നെ പാക്കറ ഷോക്കാ இருக்கா இருக்கும்டா இருக்கணும் தான் உன்னை இழுத்துட்டு வந்திருக்கேன். டேய், உனக்கு ப்ரமோஷன் கொடுத்தது ஓன் டிபார்ட்மெண்ட் தான். ஆனால் திருவாய்மர்க்கு போஸ்டிங் போட வச்சது நான். இந்தியா மாப்பிள்ளத்தை மாவட்டம், தமிழ்நாடு மாப்பிள்ளத்து ஊருக்கு என்ன வர சாப்பிடத்தில்லை. இப்போ என்ன பண்ணுவேன்? இது ஏ ஊரு, ஏ ஏரியா. நாழ மாட்டேறா. நாழதை கோபசத்துறைய கோபசாகக்கூடாது. ചെല്ലോ, ഐ ലവ് യു ഡക്കട്ടെ. സൂപ്പർ. എനിക്ക് പ്രകാശ് രാജിനെ എനിക്ക് നേരിട്ടറിയാം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ പരിചയപ്പെട്ടത് പ്രിയദർശൻ വഴിയാണ്. അങ്ങനെ കാഞ്ചീപുരം എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനായിരുന്നു അതിൻ്റെ സംഗീതം. അപ്പോൾ അതിനകത്ത് ഷൂട്ടിംഗ് നടന്നപ്പോൾ ഞാൻ പോയിരുന്നു. ഇദ്ദേഹം വലിയൊരു കുക്കും കൂടാണ്, നന്നായിട്ട് പാചകം ചെയ്യും പ്രകാശ് രാജ്. നല്ല അഭിനയവും അതുപോലെ തന്നെ നല്ല പാചകം ചെയ്യും. അപ്പം ബി. പക്ഷികൾ പറക്കട്ടെ ആണ് പറഞ്ഞിരിക്കുന്നത്. ബി. പക്ഷികൾ പറക്കട്ടെ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 8000 രൂപ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ ഇതിന്റെ ഒരു അതാണല്ലോ ഇതിന്റെ ഒരു അത്. കേറി വാടാ മക്കളെ. ഇതാ 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. സ്കൂൾ ഹെഡ് മാസ്റ്ററിനോട് എത്രാം തീയതി വരാം എന്നാണ് അശോക് രാജ് പറയുന്നത്? എ. 10-ാം തീയതി, ബി. 26-ാം തീയതി, സി. 16-ാം തീയതി. സ്കൂൾ ഹെഡ് മാസ്റ്ററിനോട് എത്രാം തീയതി വരും? ഡേറ്റ് ഓർമ്മ, ആ സീൻ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇതിന് തൊട്ട് മുമ്പ് മമ്മൂക്ക പറഞ്ഞ ഡയലോഗുണ്ട്, ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ ഇവനെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഞാനൊന്ന് വെറുതെ കറക്കി കുത്തിക്കും. 16-ാം തീയതി. സി 16-ാം തീയതി ഞാൻ എടുത്തിട്ടു പൂട്ടി. ഓക്കെ, എനിക്ക് ഒരു ഉറപ്പുമില്ല. ഒരു പാട്ടുണ്ടായിരുന്നു. ഞാനോ? എൻ്റെ ചേട്ടാ, എൻ്റെ ഒരു ദിവസം എൻ്റെ നാട്ടിലോട്ടൊന്ന് വരണം. രാമപുരം എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമായൊരു നാടാണ്, പക്കാ നാട്ടുമ്പുറമായിരുന്നു. അപ്പോൾ അവിടെ ആ നാടിനെ പറ്റി ഒരു നാടകമാണത്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തി ചൂടില്ലാർന്നേ, തീവട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ. എനിക്ക് പെട്ടെന്ന് ആ വിഷ്വൽ വന്നു, പുഴയും ആ നാടിന്റെ ഒരു സുഖം. അത് മലയാളികൾക്കേ മനസ്സിലാവും. അപ്പം സി 16-ാം തീയതി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ ഭാഷയിൽ
15,000 രൂപ സമ്മാനമായി അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്